പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, വലിയ അഭിഷേകം പ്രാപിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയിൽ നമ്മൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നമുക്കിങ്ങനെ ചെയ്യാം. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ സമയം സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഇന്ന കാര്യങ്ങളിൽ കർത്താവെ അങ്ങ് ഇടപെടണം. കർത്താവ്, ഇത് ഞങ്ങളുടെ ഉള്ളിലുള്ള പ്രാർത്ഥനകളാണ്, നിയോഗങ്ങളാണ്, സ്വപ്നങ്ങളാണ്, പ്രതീക്ഷകളാണ്. ഈ വിഷയങ്ങൾ കർത്താവെ അങ്ങ് ഇടപെടണം. ആ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കുക. കർത്താവെ, അങ്ങയുടെ അത്ഭുതകരമായ ഒരു ദൈവിക ഇടപെടൽ ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കണം ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിച്ചതെല്ലാം രണ്ട് കരങ്ങളിലേക്ക്, സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ച് എന്നിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, എൻ്റെ നിയോഗങ്ങളിൽ അങ്ങ് ഇടപെടുന്നതിന് നന്ദി പറയും. കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നന്നായിട്ടൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നാവ് തുറന്ന്, ഹൃദയം തുറന്ന് എല്ലാവരും ഒന്ന് സ്തുതിച്ചേ, ഈശോയെന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചേ, വലിയൊരു അഭിഷേകത്തോടുകൂടെ പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ ആരാധന, 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 ആരാധന കർത്താവേ, മഹത്വം കർത്താവേ, ആരാധന കർത്താവേ. കൈകളടിച്ച് ഉന്നതമായൊരു ശക്തി, ദൈവത്തിന്റെ ശക്തി, ഉന്നതമായൊരു ശക്തി, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി അഗ്നിനാവുകളായി എന്നിൽ നിറയട്ടെ, അഗ്നിനാവുകളായി എന്നിൽ നിറയട്ടെ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പാടി പറന്നിറങ്ങണമേ, സംഭവിക്കട്ടെ. അഭിഷേക കാറ്റായി എന്നിൽ നിറയണമേ, ചേർന്ന് പാടി പറന്നിറങ്ങണമേ, സംഭവിക്കട്ടെ. അഭിഷേക കാറ്റായി എന്നിൽ നിറയണമേ. ആമേൻ, ആമേൻ. ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നു ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയിലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ജീവിതത്തിലെ നിരാശയിലും ദുഃഖത്തിലും കഴിയുന്നവരിലേക്ക് പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. ഭാരപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തിയിലും പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. എല്ലാ രോഗികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മാനസിക ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബ ബന്ധങ്ങളുടെ തകർച്ചകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ അഭിഷേകം ഓരോ വ്യക്തിയിലേക്ക് നൽകണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരങ്ങൾ കൂപ്പി സന്തോഷത്തോടൊന്ന് പറയൂ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വസ്ഥമായിട്ട് ഇരിക്കാം. നമ്മൾ തുടർന്ന് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം നമ്മൾ പഠിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതായത്, നിങ്ങളിൽ ആർക്കെങ്കിലും ആത്മീയ മേഖലയിൽ ഒരു വരൾച്ചയോ ബോറടിക്കുന്ന അവസ്ഥയോ പഴയതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഒരവസ്ഥയോ ഉണ്ടെങ്കിൽ ഇന്നത്തെ ശുശ്രൂഷ നിനക്ക് വേണ്ടിയാണ്. അതായത്, ഒരു സമയത്ത് നന്നായിട്ടൊക്കെ പ്രാർത്ഥിക്കാനും വലിയ അഭിഷേകത്തോടുകൂടെ പല കാര്യങ്ങളെ കാണാൻ കിട്ടി. പക്ഷേ ഇപ്പോൾ എല്ലാത്തിലും നെഗറ്റീവും ഭാരവും, ഒരു ഉത്സാഹമില്ല, പ്രാർത്ഥിക്കാൻ തന്നെ വലിയ താല്പര്യമില്ല. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരവസ്ഥയിലാണെങ്കിൽ ഈ ശുശ്രൂഷ സമയം കർത്താവ് നിന്നെ വീണ്ടും കത്തി ജ്വലിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു സുന്ദരമായ വചനം സമ്മാനിച്ചിരിക്കുന്നത് ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 1-ാം തിരുവചനമാണ്. ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സ് 1. അതിൽ ഹെബ്രായ ലേഖകൻ ഇങ്ങനെ പറയുന്നു: നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. നമ്മൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ കൂടുതലായിട്ടൊന്നും കൂടെ ശ്രദ്ധിക്കണം. ഒരു പക്ഷേ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പലർക്കും ഇച്ചിരി അകന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? അല്പം കൂടെ നമ്മുടെ ഈ ആത്മീയ കാര്യത്തിൽ, അഭിഷേകത്തിൻ്റെ കാര്യത്തിൽ അല്പം കൂടെ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഇസ്രായേൽ ജനതയെക്കുറിച്ച് വായിക്കുമ്പോൾ ഇസ്രായേൽ ജനതയ്ക്ക് സ്വർഗം സമ്മാനിച്ചതാണ് മന്ന. മന്ന എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഇത് എന്ത് എന്നാണ്. ഇതെന്ത്?
അപ്പം ഇങ്ങനെ വലിയ സന്തോഷത്തോടുകൂടെ അവർ സ്വീകരിച്ചതാണ് മന്ന. മന്ന അവർക്ക് ലഭിച്ചപ്പോൾ ആദ്യം അവർ പറഞ്ഞത് ഈ മന്നായെക്കുറിച്ച് വിശേഷിപ്പിച്ച് എന്താണെന്നറിയാവോ? അത് ഇങ്ങനെയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 16-ാം അധ്യായം 31-ാം തിരുവചനമാണ്. തേൻ ചേർത്ത അപ്പം. പിന്നീട് കുറച്ച് നാളും കൂടെ കഴിഞ്ഞപ്പോൾ ഇവർ കൊടുത്ത വിശേഷണം എന്താണെന്നറിയോ? അത് സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 8-ാം തിരുവചനം, ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 11 വേഴ്സ് 8. അവിടെ പറഞ്ഞിരിക്കുകയാണ് എണ്ണ ചേർത്ത ചുട്ട അപ്പം. ആദ്യം എന്തായിരുന്നു? തേൻ ചേർത്ത അപ്പം. ഇവിടെ പറയുകയാണ് എണ്ണ ചേർത്ത ചുട്ട അപ്പം. അതിൻ്റെ ലെവൽ അങ്ങോട്ട് കുറഞ്ഞു. ഇനി നിങ്ങൾ അല്പം കൂടെ സീരിയസ് ആയി ഈ വിഷയത്തെ മനസ്സിലാക്കുമ്പോൾ സംഖ്യയുടെ പുസ്തകം 21:5, ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 21 വേഴ്സ് 5, അവിടെ പറയുകയാണ് വിലകെട്ട അപ്പം. വിലകെട്ട അപ്പം. ഒരേ കാര്യത്തിന് കാലം മുന്നോട്ട് നീങ്ങിയപ്പോൾ സംഭവിച്ച കാര്യം, രുചിയുള്ള തേൻ ചേർത്തപ്പം, ചുട്ടെടുത്തപ്പം, പിന്നീട് എന്തായി? വിലകെട്ടപ്പം. ഇവിടെ ഇരിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ചില രുചികൾ നഷ്ടപ്പെട്ടു പോയോ? തേൻ ചേർത്തത് പിന്നീട് എണ്ണ ചേർത്ത ചുട്ടതായും പിന്നീട് വിലകെട്ടപ്പമായും പോയോ? അങ്ങനെയെങ്കിൽ സ്വയം ഒന്ന് ചിന്തിക്കണം, എങ്ങനെയാണ് ഈ രുചി, ഈ അഭിഷേകം നമുക്ക് നഷ്ടപ്പെട്ടു പോയത്? വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ ചില വഴികൾ, ചില കാര്യങ്ങൾ, കാരണങ്ങൾ നമ്മൾ കണ്ടെത്തുകയാണ്. അപ്പം അതിൽ ഒന്നാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് ദൈവവചനത്തെ ധിക്കരിക്കുക. അത് വലിയൊരു പ്രശ്നം പിടിച്ച കാര്യമാണ്. അനുസരണം. ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുക. അങ്ങനെ അനുസരിക്കാതിരുന്നാൽ നമ്മുടെ രുചി നമുക്ക് നഷ്ടപ്പെട്ടു പോവും, അഭിഷേകം നഷ്ടപ്പെട്ടു പോവും. ഇതിനെക്കുറിച്ച് വായിക്കാൻ നല്ലൊരു വചനഭാഗം അത് സാമുവേലിൻ്റെ 1-ാം പുസ്തകം 15-ാം അധ്യായം 22-23 തിരുവചനങ്ങളാണ്. ബുക്ക് ഓഫ് സാമുവേൽ, ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 15, 15-ാം അധ്യായം 22 വേഴ്സ് 22 and 23. സാമുവേൽ പറഞ്ഞു, തൻ്റെ കൽപ്പന അനുസരിക്കുന്നതോ ദഹന ബലികളും മറ്റു ബലികളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രീതികരം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം, മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ഉത്കൃഷ്ടം. അവിടെ ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതെ നമുക്ക് തോന്നിയതുപോലെ ജീവിച്ചു കഴിഞ്ഞാൽ ഈ രുചി നഷ്ടപ്പെടും. ഒരു പക്ഷേ ഇന്ന് നിൻ്റെ ജീവിതത്തിൽ നിനക്ക് അഭിഷേകം നഷ്ടപ്പെട്ടതിൻ്റെ കാരണം അതാണോ? നമുക്ക് തോന്നിയതുപോലെ, നമുക്കിഷ്ടം പോലെ തോന്നലുകളാണല്ലോ. അപ്പം നമുക്ക് തോന്നിയതുപോലെ ജീവിച്ചത് കൊണ്ടാണോ നമുക്ക് തെറ്റുപറ്റിയത്? നമ്മുടെ രുചി നഷ്ടപ്പെട്ടത്, അഭിഷേകം നഷ്ടപ്പെട്ടതെന്ന് നമ്മൾ ധ്യാനിക്കണം. രണ്ടാമതായിട്ട് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം, അത് സങ്കീർത്തനം 51-ാം അധ്യായം ദാവീദ് രാജാവിലൂടെ പഠിപ്പിക്കുകയാണ്. സങ്കീർത്തനം 51 വചനം 10-11. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ഇതാ വചനം പഠിപ്പിക്കുന്നത് വലിയ ഒരു പ്രാർത്ഥനയാണ്. സങ്കീർത്തകനായ ദാവീദ് ജീവിതത്തിൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ തമ്പുരാൻ്റെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്തതിന് ശേഷം പശ്ചാത്തപിക്കാതെ ആ പാപം ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്നാൽ രുചി നഷ്ടപ്പെട്ടു പോകും, അഭിഷേകം നഷ്ടപ്പെട്ടു പോകും. ദാവീദ് രാജാവ് പഠിപ്പിക്കുകയാണ്, നിൻ്റെ ജീവിതത്തിൽ നീ ചെയ്ത പാപങ്ങളെ ഓർത്ത് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കണം, അനുതപിക്കണം. പശ്ചാത്തപിക്കാതെ ആ പാപം ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്ന് കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഇങ്ങനെയൊക്കെയല്ലേ, ഈ ലോകം ഇങ്ങനെയല്ലേ, 100,000 ന്യായീകരണം നമ്മളോട് തന്നെ പറഞ്ഞ്, അങ്ങനെയാണല്ലോ പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ളൊരു പ്രത്യേകത. നമ്മളെ തന്നെ ജസ്റ്റിഫൈ ചെയ്യും. ഓ, ഇതൊക്കെ സർവ്വസാധാരണമല്ലേ, ഇതൊക്കെ ഇപ്പം എല്ലാവരും ചെയ്യുന്നതല്ലേ, ഇതിനെന്താ ഇത്ര വലിയ പ്രത്യേകത? അഭിഷേകത്തെ വില കുറച്ച് കണ്ടാൽ രുചി നഷ്ടപ്പെടും. പാപത്തെ നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോൾ, പശ്ചാത്തപിക്കാൻ അവസരം കിട്ടുമ്പോൾ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് വലിയ അഭിഷേകത്തെ, രുചി നഷ്ടപ്പെടുത്തുന്ന ഒരു മേഖലയാണ്. മൂന്നാമതായിട്ട് ദൈവവചനം പഠിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിൽ സ്വയം ആശ്രയബോധം, അതൊരു അഹങ്കാര ചിന്തയാണ്. അത് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം, ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സ് 6 വചനം പറയുന്നത്, അവിടുന്ന് കൃപാവരം ചൊരിയുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവം
അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. അഹങ്കാരം, സ്വയം ആശ്രയത്വം, എന്നെക്കൊണ്ട് പറ്റും, ഇതൊക്കെ എൻ്റെയാണ്, എൻ്റേത് എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുന്നതനുസരിച്ച് വലിയ അപകടത്തിൽ പോവും. അഹങ്കാരികളെ ദൈവം ചിതറിക്കും. എളിമയുള്ളവർക്ക് എളിമപ്പെട്ട് പ്രാർത്ഥിച്ചോണം. സാംസനെക്കുറിച്ച് പഴയ നിയമ പുസ്തകം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഓർമ്മപ്പെടുത്തിയിരിക്കുന്ന എന്താണ്? സാംസൺ വിചാരിച്ചു, കൊള്ളാം, ഇതൊക്കെ എൻ്റെ കഴിവാണ്, സർവശക്തനാണ്, ഞാനാണ്. ഇവൻ സ്വയം ഇങ്ങനെ ചിന്തിച്ചു. എന്നാൽ ദലീലിയുമായിട്ടുള്ള അവൻ്റെ വഴിവിട്ട ബന്ധം അവൻ്റെ ജീവിതത്തിൽ ശക്തി നഷ്ടപ്പെട്ടത് അവൻ അറിഞ്ഞില്ല. സ്വയം ആശ്രയം കൂടുന്നതനുസരിച്ച് വീഴ്ച വലുതായിരിക്കും. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവത്തിൽ ആശ്രയിക്കണം. സ്വയം ആശ്രയിച്ചാൽ നമ്മൾ സ്വയം കുഴി തോണ്ടുന്ന പോലെയാകും. അടുത്തതായി തിരുവചനം പഠിപ്പിക്കുന്ന ശ്രദ്ധിക്കേണ്ട ഒരു മേഖല മത്തായിയുടെ സുവിശേഷം 26 അധ്യായം 41 തിരുവചനമാണ്. സെൻറ്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 26 26 അധ്യായം 41 തിരുവചനം. ഇത് ഗെത്സെമനിയിൽ ഈശോയുടെ പ്രാർത്ഥനാ സമയത്ത് സംഭവിച്ചൊരു കാര്യമാണ്. 41 തിരുവചനം പറയുന്നു, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. അതായത് പ്രാർത്ഥനയെ നമ്മൾ അവഗണിച്ചാൽ അത് വലിയ അപകടത്തിലേക്ക് മാറും. പത്രോസിന് പറ്റിയ തെറ്റതാണ്. ഈശോയുടെ കൂടെ രാത്രിയിൽ ഉണർന്നിരിക്കേണ്ട പത്രോസ് മാറിക്കടന്നുറങ്ങിയത് കൊണ്ടാണ് ആ രാത്രിയിൽ വൻ വീഴ്ചകൾ അവന് സംഭവിച്ചത്. ഇത് നമുക്ക് സംഭവിക്കും. ലഭിക്കുന്ന പ്രാർത്ഥിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കാതെ നമുക്ക് ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളെ മാത്രം നമ്മൾ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ വലിയ വീഴ്ചകൾ നമുക്ക് സംഭവിക്കും. നമ്മളിത് പറയുമ്പോൾ ഓരോരുത്തരും സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇന്ന് നമ്മൾ ഏതെങ്കിലും വിഷയത്തെ ഓർത്ത് കരയുന്നുണ്ടെങ്കിൽ അത് എന്ത് സംഭവിച്ചതാ? ഇന്നലകളിൽ ആത്മാവിന് ബലം കൊടുക്കേണ്ട സ്ഥലത്ത് ശരീരത്തെ നമ്മൾ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഇന്നത്തെ കണ്ണുനീരായി മാറി. അപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ രുചി, അഭിഷേകം അത് കെട്ടുപോയോ, നഷ്ടപ്പെട്ടു പോയെങ്കിൽ അതിൻ്റെ ചില വഴികളാണ്. അതെങ്ങനെ സംഭവിച്ചു? അങ്ങനെയെങ്കിൽ തിരിച്ചു പിടിക്കാൻ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. 5-ാമതായിട്ട് പഠിപ്പിക്കുന്ന ഒരു വചനഭാഗം, അത് വിശുദ്ധ പൗലോസ്ലീഹ എഫേസുകാർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 4 അധ്യായം 30 തിരുവചനം. സെൻറ്റ് പോൾസ് ലെറ്റർ ടു എഫേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 30. 30 തിരുവചനം. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. രുചി നഷ്ടപ്പെടുന്ന ഒരു മേഖല അതാണ്. ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ വേദനിപ്പിക്കരുത്. പൗലോസ്ലീഹ ഈ വിഷയത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട് പല മേഖലകളിലും. ദൈവത്തിൻ്റെ ആത്മാവിനെതിരെ നീ മല്ലടിക്കരുത്, നീ നിർവീര്യമാക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ഉള്ളിൽ ലഭിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപയെ കെടുത്തിക്കളയുന്ന ഏതെങ്കിലും പ്രവൃത്തികൾ, ഏതെങ്കിലും ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, അത് നമ്മുടെ രുചി കെടുത്തും, അഭിഷേകത്തിൻ്റെ വില കളയും. അതുകൊണ്ട് ഈ ശുശ്രൂഷ സമയത്ത് സ്വയം വിലയിരുത്താൻ, പ്രാർത്ഥിക്കാൻ കർത്താവ് ചില ഓർമ്മപ്പെടുത്തലുകൾ നൽകുകയാണ്. അടുത്തതായി 6-ാമതായി നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത് ലോകത്തോടുള്ള അടുപ്പം, ലോകകാര്യങ്ങളോടുള്ള അടുപ്പം വലിയ വിനയായി മാറും. ഇതിനെക്കുറിച്ച് 1 യോഹന്നാൻ 2 അധ്യായം അതിൻ്റെ 15, 16, 17 തിരുവചനം. 1 ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 15, 16, 17. ഈ വചനഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഇത് കൃത്യമായി ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല, പ്രത്യുത ലോകത്തിൻ്റെതാണ്. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു. ദൈവഹിതം പ്രവർത്തിക്കുന്നവനാവട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ഈ വചനഭാഗം വായിക്കുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഈ ലോക കാര്യങ്ങളോട് ഒരു ഡിറ്റാച്ച്മെൻറ്റ്, ഒരകലം പാലിക്കേണ്ടതല്ലേ? ദൈവമക്കൾ എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്യുന്നത് ആസ്വദിച്ച് ജീവിക്കാൻ അവകാശപ്പെട്ടവരല്ല. നമ്മൾ
പല കാര്യങ്ങളും ലിമിറ്റഡാണ്. ഒരു വൈദികൻ എന്ന നിലയിൽ ഞാൻ പല കാര്യങ്ങളിൽ ലിമിറ്റഡാണ്. ഒരു ദൈവമകനും ദൈവമകളും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ തന്നെ ഒരു ദൈവവിളി കിട്ടിയ വ്യക്തികളാണ്. നമുക്ക് ഈ ലോകത്തുള്ള മനുഷ്യർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആസ്വദിക്കാനുള്ള അവകാശമില്ല. നമ്മുടെ അഭിഷേകം കളയുന്ന കാര്യങ്ങളോട് നമ്മൾ ഡിറ്റാച്ച്ഡ് ആയിരിക്കണം. അകലം പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അനുദിന ജീവിതത്തിൽ നമ്മുടെ ഓരോ നിലപാടുകളും, നമ്മുടെ സമയം 24 മണിക്കൂർ നമുക്ക് സമയമുണ്ട്. ഈ ഭൂമിയിൽ എല്ലാവർക്കും ഓരോ ദിവസവും ദൈവം നൽകുന്നൊരു ഗിഫ്റ്റല്ലേ 24 മണിക്കൂർ. നമുക്ക് ലഭിക്കുന്ന 24 മണിക്കൂറിൽ എത്ര സമയം നമ്മൾ ദൈവകാര്യങ്ങൾക്ക്, ഈ രുചി കൂട്ടാൻ, അഭിഷേകം വർദ്ധിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്? അതേസമയം തന്നെ ലോകത്തിൻ്റെ പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ സമയം മാറ്റിവെക്കുന്നതനുസരിച്ച് സംഭവിക്കുന്ന കാര്യം എന്താ? നമുക്ക് കൊടുക്കേണ്ട ശ്രദ്ധ നഷ്ടപ്പെട്ടു പോവും, പ്രയോറിറ്റി നഷ്ടപ്പെട്ടു പോവും. എവിടെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ആ കാര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോവും. കേരളത്തിൽ അറിയപ്പെടുന്ന ശക്തനായ ഒരു വചനപ്രഘോഷകൻ, അദ്ദേഹം ഒത്തിരി ഗാനങ്ങളൊക്കെ എഴുതി രചിച്ചിട്ടുള്ള ഒരാളാണ്. കുറച്ച് നാളുകളായി അദ്ദേഹം ശുശ്രൂഷയിൽ നിന്നൊക്കെ പോയി ഇപ്പോൾ ഒരു വല്ലാത്ത ഒരു അസ്വസ്ഥത നിറഞ്ഞ ജീവിതത്തിലൂടെ മദ്യപാനത്തിനൊക്കെ അടിമയായിട്ട് കഴിയുന്നു. ഇദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹം ഇങ്ങനെ ആയത്, ഇങ്ങനെ തകർന്നു പോയതെന്ന് ചിന്തിച്ചപ്പോൾ ഇദ്ദേഹത്തോട് ബന്ധപ്പെട്ടവർ പറഞ്ഞു തന്നൊരു കാര്യം, അച്ഛാ, ശുശ്രൂഷയ്ക്ക് വേണ്ടി ശക്തമായിട്ട് ഓടി നടന്ന ഒരാളാണ്. മണിക്കൂറുകൾ ദീപികാരുണ്യനാഥൻ്റെ മുമ്പിൽ അദ്ദേഹം ചെലവഴിക്കും. ആ കിട്ടുന്ന പവർ കൊണ്ടാണ് ഇദ്ദേഹം ശുശ്രൂഷ നയിച്ചുകൊണ്ടിരുന്നത്. 1 മണിക്കൂർ ശുശ്രൂഷ നടത്തണമെങ്കിൽ അദ്ദേഹം കുറേ അധികം മണിക്കൂർ, 5-6 മണിക്കൂർ ദീപികാരുണ്യനാഥൻ്റെ മുമ്പിൽ ഇരുന്ന് പവർ സ്വീകരിക്കും. എന്നാൽ ശുശ്രൂഷ വർദ്ധിച്ചപ്പോൾ, തിരക്ക് വർദ്ധിച്ചപ്പോൾ അദ്ദേഹത്തിന് ദീപികാരുണ്യനാഥൻ്റെ സന്നിധിയിൽ ഇരിക്കാനുള്ള സമയം കുറഞ്ഞു. ജപമാല ചൊല്ലുന്ന ശൈലി കുറഞ്ഞു. തിരക്ക് കൂടി, കയ്യടിയും ആരവങ്ങളൊക്കെയായി. അപ്പോൾ ഇദ്ദേഹം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഇരിപ്പ് കുറഞ്ഞ് തിരക്കിലേക്ക് മാറി, ഓടി നടന്ന് ശുശ്രൂഷയായി. എന്നാൽ ഈ ഓട്ടത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ ശക്തി കുറഞ്ഞത് അദ്ദേഹം അറിഞ്ഞില്ല. ലോക കാര്യങ്ങളോട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തിരിഞ്ഞു, പല കാര്യങ്ങളിലേക്ക് പോയി. ആ പോക്കിനിടയിൽ സാത്താൻ വളരെ തന്ത്രപൂർവ്വം പല മേഖലകളിൽ ഇടപെട്ട് അദ്ദേഹത്തെ വീഴ്ത്താൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ സംഭവിച്ചു, സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ടായി, വഴിവിട്ട ചില ബന്ധങ്ങളിലോട്ട് പോയി. അത് പിന്നീട് മദ്യപാനത്തിലായി. ഇപ്പോൾ ശുശ്രൂഷ ജീവിതം തീർന്നു. ഇപ്പോൾ മദ്യപാനവും ജീവിതത്തിലെ തെറ്റായ അവസ്ഥയിലൂടെയും ജീവിക്കുന്നു. ഇത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. എപ്പോഴാണ് നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ ലോക കാര്യങ്ങൾക്ക് ശ്രദ്ധ പോയാൽ വഴി വീഴും, തെന്നിപ്പോകും, രുചി നഷ്ടപ്പെട്ടു പോകും, അഭിഷേകം നഷ്ടപ്പെട്ടു പോകും. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. 7-ാമതായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 14-15 തിരുവചന ഭാഗങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. ഈ വചനഭാഗം ഓർമ്മപ്പെടുത്തുന്നത് ക്ഷമിക്കുക, ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു നിലപാട്. ഇപ്പം നമ്മൾ 7 മേഖലകളെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ പഠിക്കുകയായിരുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിൽ ലഭിക്കപ്പെട്ട അഭിഷേകം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട 7 മേഖലകൾ. എൻ്റെ പ്രിയരെ, ഈ ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ അഭിഷേകം വർദ്ധിപ്പിക്കാൻ, നഷ്ടപ്പെട്ടു പോയ രുചി വീണ്ടും നേടാനുള്ളൊരു ശുശ്രൂഷയാണ്. നമ്മൾ തുടർന്ന് ആരാധനയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഈശോയെ, നഷ്ടപ്പെട്ടു പോയ അഭിഷേകം, ഉണർവ്, ഉന്മേഷം എനിക്ക് വേണം. എനിക്ക് എന്നെ തന്നെ ശ്രദ്ധിക്കാനുള്ള കൃപ വേണം, ആഗ്രഹിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കും. ആമേൻ, ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും
അങ്ങേക്കാരാധന. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ മേൽ ചൊരിയുന്ന ഓരോ അഭിഷേകത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട ദൈവജനമേ, കരങ്ങൾ കൂപ്പി പരിശുദ്ധാൽത്താരുടെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ ഓരോരുത്തരും സ്വയം ചിന്തിക്കുക, എനിക്ക് ലഭിക്കപ്പെട്ട അഭിഷേകം, എനിക്ക് ലഭിക്കപ്പെട്ട ഈ രുചി ഏതെങ്കിലും വഴികളിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ ഈ ആരാധന സമയം പ്രാർത്ഥിക്കുകയാണ്. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പുക. എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ദൈവം നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്ത മേഖലകളിൽ അഭിഷേകം നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ അഭിഷേകം പല വഴികളിൽ നമുക്ക് ചോർന്നു പോയിട്ടുണ്ട്. കർത്താവേ, ഈ ആൾത്താരുടെ മുമ്പിൽ എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട്, എൻ്റെ അലസത കൊണ്ട്, എൻ്റെ മടി കൊണ്ട് പലപ്പോഴും എനിക്ക് കിട്ടിയ കൃപ നഷ്ടപ്പെട്ടു പോയി. കർത്താവെ, നഷ്ടപ്പെട്ട അഭിഷേകം തിരിച്ചു പിടിക്കാൻ കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഓരോ വ്യക്തികളും ഈ സമയം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ചു നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ അനുഭവങ്ങളെയും ഈ ആൾത്താരിൽ സമർപ്പിച്ച്, കർത്താവെ, നഷ്ടപ്പെട്ടു പോയ അഭിഷേകം എനിക്ക് തിരിച്ചു വേണം. എനിക്ക് വീണ്ടും എൻ്റെ ഉള്ളിൽ രുചി ലഭിക്കണം. ഈ ശുശ്രൂഷയോട്, എൻ്റെ ജീവിതത്തോട്, മറ്റുള്ളവരോട് കർത്താവെ സ്നേഹിക്കാൻ തക്കവണ്ണം, ജീവിതത്തെ മനസ്സിലാക്കാൻ തക്കവണ്ണം കർത്താവെ അഭിഷേകം വേണം. ആഗ്രഹിച്ച് ദാവീദ് രാജാവിൻ്റെ കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥനയാണ്, ദൈവമേ, നിർമ്മലമായ അങ്ങയുടെ ഹൃദയത്താൽ എന്നെ കർത്താവെ വീണ്ടും ശുദ്ധീകരിക്കണമേ. കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ ഒരിക്കലും തള്ളിക്കളയരുതേ. അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. കണ്ണുനീരോടുകൂടെ നമുക്കും പ്രാർത്ഥിക്കാം. നിർമ്മലമായൊരു ഹൃദയം നീ എന്നിൽ മെനയണമേ. ദൈവമേ, സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണേ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. നിർമ്മലമായൊരു ഹൃദയം നീ എന്നിൽ മെനയണമേ. സംഭവിക്കട്ടെ. സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണേ. തള്ളിക്കളയരുതേ ആ സന്നിധിയിൽ നിന്നും. ദൈവമേ, എടുത്തു മാറ്റരുതേ പരിശുദ്ധാത്മാവിനെ. തള്ളിക്കളയരുതേ. തള്ളിക്കളയരുതേ ആ സന്നിധിയിൽ നിന്നും. എടുത്തു മാറ്റരുതേ പരിശുദ്ധാത്മാവിനെ. നിൻ രക്ഷയിൻ സന്തോഷം നീ തിരികെ തരണേ. ആമേൻ. രക്ഷയിൻ സന്തോഷം നീ തിരികെ തരണേ. രണ്ടു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, നഷ്ടപ്പെട്ടു പോയ ആത്മീയ കൃപകൾ എന്റെ മേൽ വീണ്ടും ജ്വലിപ്പിക്കണമേ. നഷ്ടപ്പെട്ടു പോയ രുചി കർത്താവെ വീണ്ടും എൻ്റെ ആത്മീയ ജീവിതത്തിൽ സംഭവിക്കട്ടെ. നഷ്ടപ്പെട്ടു പോയ എല്ലാ കൃപകളും എന്നിൽ ജ്വലിപ്പിക്കപ്പെടട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തി എന്നിൽ വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. ദൈവമേ, രക്ഷയിൻ സന്തോഷം നീ തിരികെ തരണേ. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ, ഈശോയെ, അങ്ങയുടെ സന്നിധിയിൽ കണ്ണുനീര് നിറഞ്ഞ എൻ്റെ പ്രാർത്ഥനയാണ്. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് കർത്താവെ, അങ്ങ് ഒരിക്കലും എന്നെ തള്ളിക്കളയരുതേ. തള്ളിക്കളയരുതേ ആ സന്നിധിയിൽ നിന്നും. എടുത്തു മാറ്റരുതേ പരിശുദ്ധാത്മാവിനെ. തള്ളിക്കളയരുതേ ആ സന്നിധിയിൽ നിന്നും. എടുത്തു മാറ്റരുതേ പരിശുദ്ധാത്മാവിനെ. നിൻ രക്ഷയിൻ സന്തോഷം നീ തിരികെ തരണേ.